ഒരു പുതിയ കമ്പനിയൊക്കെ ഫോം ചെയ്യുന്നതിന് മുമ്പ് ഈ ഫൗണ്ടേഴ്സ് അല്ലെ പ്രൊമോട്ടേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് MOU ഒക്കെ എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കും ആക്ച്വലി ഈ MOUന് ശരിക്കും വാലിഡിറ്റി ഉണ്ടോ? ശരിക്കും നമ്മളൊരു കമ്പനീസ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കിന് അതിനകത്ത് MOU ഉണ്ട്, AOA ഉണ്ട്, അതല്ലേ ഫൈനൽ? അതിന് മുമ്പ് എഴുതുന്ന ഒരു ഡോക്യുമെൻറ്റിന് വിലയുണ്ടോ? ഒരുപാട് കമ്പനികൾ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യാറുണ്ട്. കമ്പനി റൺ ചെയ്യുന്ന ഒരു സമയത്ത് ഭാവിയിൽ അവർ തമ്മിൽ ഒരു കോൺഫ്ലിക്ട്സ് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള പ്രൊമോട്ടേഴ്സ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് എഗ്രിമെൻ്റ് എൻ്റർ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ ഭാവിയിൽ നിലനിൽക്കണമെങ്കിൽ അതിൽ ഏറ്റവും ക്രക്സായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് ഈ പ്രൊമോട്ടേഴ്സ് എഗ്രിമെൻറ്റിലെ ക്ലോസസ് ഒന്നും കമ്പനി നിയമത്തിനെ ഓവർ റൈഡ് ചെയ്യാൻ പാടില്ല. കാരണം കമ്പനി നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കാര്യങ്ങളെ ഓവർ റൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലോസസ് ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റിൽ വെക്കുകയാണെങ്കിൽ അത് നിലനിൽക്കത്തില്ല. ഒരിക്കലും കമ്പനീസ് ആക്ടിനെ ഓവർ റൈഡ് ചെയ്ത് എന്ത് എഗ്രിമെൻറ്റിൽ എഴുതിയാലും അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. നിയമസാധുത ലഭിക്കാനായിട്ട് ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓൾട്ടർ ചെയ്ത് അതിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റായിട്ട് വെക്കാവുന്നതാണ്.